ഇന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ചാലിക്ക് മീൻ പിടിക്കാൻ വന്നപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങ് ചത്തൂട്ടാ. വേറെ ഒന്നല്ല, ഇവന്മാർ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മീനുകളൊക്കെ വറ്റിച്ച് പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ ഇവന്മാർ ഓരോ കട്ട തിരിച്ചിട്ടാട്ടോ മീൻ പിടിക്കണേ. അതിനൊപ്പം തന്നെ ഈ ബാക്കി സാരിയുടെ ഉള്ളിൽ കിട്ടിയൊരു ബ്രാലിനാണ്ടില്ലേ, ഇതിനൊക്കെ നമ്മൾ മുന്നേ വന്ന് ഗണ്ണിലടിക്കാൻ ചെവന്മാർക്ക് കിട്ടിയേനില്ല. നമ്മുടെ ഗണ്ണിൽ ഡാർട്ട് ഇല്ലാത്ത കാരണമായിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പിന്നെ ഇറങ്ങാണ്ടിരുന്നത്. പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം വന്നിട്ട് ഒക്കെ കൂടി പിടിക്കാമെന്ന് വെച്ചതാ. അതെന്തായാലും ഇന്ന് പൊളിഞ്ഞു. ഒരു ബായാണ് മുകളിൽ വന്നിട്ട് ചാക്ക് നിറച്ച് മീൻ കയറ്റിക്കൊണ്ടിരിക്കുക. ഈ ബായാണ് ബ്രാലിനാണ്ട് അതിന് പിടിക്കാൻ വേണ്ടി പോയതാ. അതാണ് റിട്ടേൺ ഇങ്ങോട്ട് വന്നുട്ടാ. അവസാനം നമ്മൾ അവനെ കാണിച്ചു കൊടുത്തു. ബായി കുറവട്ടം നോക്കിയില്ല, ബ്രാലിനെ കിട്ടുണ്ടായില്ല. പിന്നെ കാലെടുത്ത് വെച്ചപ്പോൾ അവൻ റിട്ടേൺ ആ ഭാഗത്തേക്ക് തന്നെ ഓടിപ്പോയി. പിന്നെ ഈ ബായി കുറച്ച് നേരം അതിൻ്റെ പിന്നാലെ ഇവിടെ തന്നു. വേറൊരു ബൈക്കിനെ പിടിക്കാനായിട്ട് അറിയില്ലെന്ന് മനസ്സിലായി നമുക്ക്. കാരണം പറഞ്ഞില്ല, ഇതിന് മുമ്പ് ബായി വേറെ ബ്രാലിനെ പിടിക്കാൻ നോക്കിയിട്ട് അതിനെ കിട്ടുണ്ടായില്ല. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഇതിന് നമ്മൾ കണ്ടേ. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഈ ബായി ഇതാ പിടിച്ച് കയറ്റിട്ടുണ്ട്. ഈ ബായാണ് കൂടുതലും മീനും പിടിക്കണത് ഈ ഒരു ബായിനെ കേട്ടോ. ബാക്കിയുള്ള ബായിമാർക്കൊന്നും അധികം പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ വേറെ രണ്ട് പിള്ളേർ വന്നിട്ട് മീനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കവറിലാണ് ആദ്യം കണ്ടപ്പോൾ നമ്മൾ പീലോപ്പീനെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ ചോദിച്ചു ഇവന്മാർ കുളത്തിൽ എങ്ങനെ പോയി പിടിച്ചതാണ്. പിന്നെ അപ്പുറത്തെ കവർ പൊക്കി നോക്കിയപ്പോഴാണ് നിറച്ച് ഗപ്പി കുട്ടികൾ. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവന്മാർ ഏതൊരു അക്വറി ഷോപ്പിൽ പോയി അലക്കിയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ചോദിച്ചു വന്നപ്പോൾ അവന്മാർ പറഞ്ഞു ഒരു ചേച്ചി വിൽക്കുന്നുണ്ട് 3 രൂപയുള്ള ഗപ്പിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ വീണ്ടും ബായിമാരെ വീഡിയോ എടുക്കാനായിട്ട് നിന്നുട്ടാ. ഈ ബായിത കുറേ നേരം ഈ ബ്രാലിനെ പിടിക്കാൻ വേണ്ടി നിൽക്കണേ, അതിന് കിട്ടുന്നുണ്ടായില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ രണ്ടാമത്തെ ബായിത വന്നിട്ട് ഒരു വലിയൊരു കൊമ്പനെ പിടിച്ച് കയറ്റിയിട്ട് കേട്ടോ. ഈ ബായിക്ക് നമ്മളെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ബായിൻ്റെ വീഡിയോൻ്റെ മുമ്പിൽ വന്ന് നമ്മൾ ബ്രാലിനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ ആ ബായി വന്ന് നേരത്തെ സഞ്ചി നിറച്ചിട്ടുണ്ട്. ഈ ബായി പിന്നെ ഒന്നും പറയില്ല കേട്ടോ. ഇയാൾ മീൻ പിടുത്തം അമ്മമാര് മീൻ പിടുത്തം, ബാക്കിയുള്ള ഒരു കിട്ടണില്ലെങ്കിൽ ഇയാൾക്ക് നല്ല രീതിക്ക് മീൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവന്മാർക്ക് കിട്ടി മീനൊക്കെ ഇവന്മാർ കാണിച്ചു തന്നു. ഈ ചാക്ക് നിറച്ച് ഏകദേശം 5 കിലോൻ്റെ അടുത്ത് ബ്രാലോള് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് കിട്ടേണ്ടതായിരുന്നു, ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് പോകുമ്പോൾ ബായിമാർ തന്നെ നമുക്ക് മീനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അവന്മാരടുത്ത് നമുക്ക് ചോദിക്കണം എന്നൊക്കെ ഉണ്ടാകുന്ന മീനാണ്. പിന്നെ നമ്മളെന്തായാലും വലിയ ഇതിലൊന്നും ചോദിക്കാനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ചാലിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു വേലനാണ്ട. ഇവനും കൂടി അവന്മാർ എന്തായാലും പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. തൊട്ടപ്പുറത്ത് വീടിൻ്റെ അടുത്ത് ചാലിക്ക് നമ്മൾ പോയപ്പോൾ വേറെ ഒരു ബ്രാലിനാണ്ടുണ്ട്. അവനെന്തായാലും നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവനെങ്കിലും കൊണ്ടുപോയിട്ട് വറക്കാന്ന് വെച്ചിട്ട്. അതിന് ഇവൻ അടിക്കണതിനിടയിൽ വലിയൊരു ബ്രാലിയോട് ഓടിപ്പോണം നമ്മൾ കണ്ടു. അവൻ തപ്പാൻ വേണ്ടി നമ്മൾ പോയപ്പോട്ടോ അവനെ നമ്മൾ കണ്ടുപിടിച്ചാൽ. ഈ കെടുക്കണണ്ടില്ലോ ഒരു എനക്കില്ലാണ്ട് ആശം കെടുക്കണമെന്നാ. ഇതും കണ്ടിട്ട് ഞാൻ ഗണ്ണും കൊണ്ട് അപ്പുറത്തേക്ക് പോയിട്ട് എയിം ചെയ്യുന്നതാ. അവനാണെങ്കിൽ വെള്ളം കുടിച്ച് പോവുകയും ചെയ്തു. ഇവൻ അടിക്കുന്ന വീഡിയോ എന്തായാലും നമ്മൾ ഈ എടുത്തിടും കേട്ടോ. കാരണം ഇവ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, അതിലാണെങ്കിൽ ഒട്ടും വെള്ളമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.